എന്താ ഇത്? ഇത്രയും നല്ലൊരു ദിവസമായിട്ട് ദിവ്യ കരഞ്ഞാലേ അകത്തുള്ള ആൾ എന്ത് വിചാരിക്കും? കുഞ്ഞിനിപ്പോ മനസ്സിലായിട്ടുണ്ടാവും അമ്മ ഇപ്പോ ആരുടെയൊക്കെ വീട്ടിൽ വന്നിരിക്കുകയാണെന്ന്. ദിവ്യ കരഞ്ഞ കുഞ്ഞോർക്കും ഇവിടെ വന്നിരിക്കുന്നതേ ഏതോ ദുഷ്ടന്മാരുടെ വീട്ടിലാണെന്ന്. മോനെ കുട്ട, നീ കേക്കണ്ടാ? നിന്റെ അമ്മ കരയണത് സന്തോഷം കൊണ്ടാ. നീ അതോർത്ത് വിഷമിക്കണ്ട. എന്തു പറ്റും മോളെ? അത് കുഞ്ഞനങ്ങിയതാ. കണ്ടില്ലേ, അച്ഛൻ പറഞ്ഞത് അവന് മനസ്സിലായി എന്നുള്ളതിന്റെ സൂചനയാ അത്. അല്ല, കുഞ്ഞ് ആൺകുട്ടിയാണെന്ന് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചോ? അല്ല, അച്ഛൻ പറഞ്ഞപ്പോ. അത് പിന്നെ ലക്ഷണം കണ്ടാ എനിക്കറിഞ്ഞൂടെ? ഋതിക മാഡം, ഈ കുഞ്ഞൊരു ആൺകുട്ടിയായിരിക്കും. വളർന്നു വരുമ്പോ ദിവ്യയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കെൽപ്പുള്ള ഒരു മിടുക്കനായിരിക്കും ഈ കുഞ്ഞ്. ബെറ്റുണ്ടോ? ആ, ബെറ്റ്. മോള് വാ വാ. ഇരിക്കെ. വേണുവേട്ടാ, നിങ്ങൾ വേഗം സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. ശരി ശരി, നേരം വൈകിക്കണ്ട. പ്രിയേ, നീ ദിവ്യക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ശരി അമ്മ. ദിവ്യൻകുട്ടി രാജു ഇറങ്ങിയപ്പോ അമ്മായി പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ഏയ്, ആളെ ആ പരിസരത്ത് എങ്ങും കാണാനില്ലായിരുന്നു. അതേതായാലും ഭാഗ്യായി. ദിവ്യ, ദാ. മടിക്കാതെ വേഗം മുഴുവൻ അതങ്ങ് കുടിക്ക്. ആ മോളെ, ഇത് മോള് ദിവ്യക്ക് കൊടുക്ക. വേണ്ട, രാധമ്മയുടെ കൈകൊണ്ട് തന്നെ കൊടുക്കണം. അതാണ് ഐശ്വര്യം. സ്വന്തം അമ്മ തരികയാണെന്ന് വിചാരിച്ചാ മതി. ഈ സാരി എടുത്തിട്ട് വേണം മോള് സീമന്തത്തിനിരിക്കാൻ. മോള് പോയി ഈ സാരി എടുത്തിട്ട് വാ. പ്രിയേ, നീ കൂടെ ചെല്ല്. ഞാനും വരാം. അമ്മേ, ഞാൻ പുറത്തുണ്ടാവും. ആ. അകലെ